ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ യോഗത്തിൽ ഉണ്ടാകും. ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന വസ്തുത പുറത്തു പറയാൻ സാധ്യതയില്ല. ദേശീയ തലത്തിൽ BJPക്കെതിരായ വികാരം UDFന് അനുകൂലമായി എന്നതാണ് നേതാക്കന്മാരുടെ നിരീക്ഷണങ്ങൾ. വിവിധ മണ്ഡലങ്ങളിൽ നിന്നും വരുന്ന വോട്ടിന്റെ കണക്കുകൾ അനുസരിച്ച് വിശദമായ വിലയിരുത്തൽ ഇന്ന് ആരംഭിക്കുന്ന സംസ്ഥാന നേതൃത്വങ്ങളിൽ ഉണ്ടാകും. K. രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെക്കുമ്പോൾ പകരം മന്ത്രി വേണോ അതോ മറ്റാർക്കെങ്കിലും ചുമതല നൽകണോ എന്നും ചർച്ചയാകും. രണ്ടാം പിണറായി സർക്കാരിന്റെ 3 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇന്ന് പുറത്തിറക്കും. വൈകിട്ട് 4 മണിക്ക് സെക്രട്ടേറിയറ്റ് വളപ്പിലെ ചടങ്ങിൽ മുഖ്യമന്ത്രിയിൽ നിന്ന് ചീഫ് സെക്രട്ടറി V. വേണു പ്രോഗ്രസ് റിപ്പോർട്ട് ഏറ്റുവാങ്ങും. സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ഓരോ വകുപ്പിലും നടപ്പാക്കി വരുന്ന പദ്ധതികളുടെ വിശദാംശങ്ങളും എത്ര ശതമാനം പൂർത്തീകരിച്ചുവെന്നുമടക്കമുള്ള വിശദാംശങ്ങളാണ് പ്രോഗ്രസ് റിപ്പോർട്ടിലുള്ളത്. മന്ത്രിമാരും പൊതുഭരണ സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുക്കും. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അടക്കം കേന്ദ്ര നേതാക്കളുടെ സാന്നിധ്യത്തിലാകും യോഗം ചേരുന്നത്. തിരഞ്ഞെടുപ്പ് തോൽവിയിൽ മുഖ്യമന്ത്രി പറഞ്ഞതിനെ പാർട്ടി നേതൃത്വം തള്ളാനാണ് സാധ്യത. തിരഞ്ഞെടുപ്പിൽ നേരിട്ടത് കനത്ത തിരിച്ചടിയാണെങ്കിലും 2019 ആവർത്തിച്ചതിൽ കവിഞ്ഞൊന്നും സംഭവിച്ചില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിക്കുകയാണ്. പാർട്ടി വോട്ടുകൾ BJPക്ക് പിടിച്ചെടുത്തില്ല, കോൺഗ്രസ് വോട്ടുകളാണ് BJP എടുത്തത് എന്ന മുഖ്യമന്ത്രിയുടെ ന്യായം CPM നേതൃത്വം മുഖവിലക്കെടുക്കാൻ ഇടയില്ല. ഇതാണ് വൃത്തങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത്. സർക്കാരിന്റെ പ്രവർത്തന ശൈലിയിലും പാർട്ടിയുടെ സമീപനങ്ങളിലും ആത്മപരിശോധനയും തിരുത്തും വേണമെന്ന ആവശ്യം നേതാക്കൾ ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. നിയമസഭയിൽ മുഖ്യമന്ത്രി 2 ദിവസമായി നടത്തിയ വിശദീകരണത്തിനു ശേഷവും പുനഃപരിശോധന ആവശ്യമുള്ളിടത്ത് എല്ലാം അതുണ്ടാകുമെന്ന് വിശദീകരിച്ച ചർച്ച ഇക്കാര്യത്തിൽ നടക്കും. ഇതെല്ലാമാണ് അജണ്ടയിലുള്ളത് എന്നുമാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നിലപാട്. മുഖ്യമന്ത്രിയുടെ നിലപാട് തള്ളി ജില്ലാ സെക്രട്ടറിമാർ പരസ്യമായി രംഗത്തെത്തിയിരുന്നു. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ ഭർത്താവും SFI മുൻ സംസ്ഥാന നേതാവും MLAയുമായ സച്ചിൻ ദേവിനാണ് നിലവിൽ മുൻഗണന. സംഭരണ വിഭാഗത്തിൽ നിന്നുള്ള OR കേളു, K. ശാന്തകുമാരി എന്നിവരുടെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇതുകൂടാതെ രാജ്യസഭാ സീറ്റിൽ CPI, കേരള കോൺഗ്രസ്, RJD, NCP പാർട്ടികൾ തമ്മിലുള്ള തർക്കവും എങ്ങനെ പരിഹരിക്കാമെന്നാണ് ആലോചനയും യോഗത്തിലുണ്ടാകും. ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്ന പാലക്കാട്, ചേലക്കര മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി ആരാകണമെന്ന ചർച്ചയും സജീവമാകുന്നുണ്ട്. രാവിലെ ചേരുന്ന യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, LDF കൺവീനർ EP ജയരാജൻ തുടങ്ങി നേതാക്കളും പങ്കെടുക്കും. കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ എന്തൊക്കെ തിരുത്തലുകൾ നടപടികൾ സ്വീകരിക്കണമെന്ന കാര്യവും ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പരിഗണിക്കാനാണ് സാധ്യത. രാജ്യസഭാ സീറ്റിൽ ഘടകകക്ഷികൾ ഉന്നയിച്ച അവകാശവാദത്തിലും നേതൃത്വതല തീരുമാനം ഇന്നുണ്ടാകും. ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം 2 ദിവസത്തിനകം സീറ്റിൽ തീരുമാനമെടുക്കുമെന്നാണ് അഭ്യൂഹം.